നിങ്ങൾക്ക് പെട്ടെന്ന് സ്വർഗത്തിൽ പോകണം. വൈകിട്ടാകുമ്പോൾ നിരത്തുകളിലേക്ക് ഇറങ്ങുക, ഷവർമ കടകളിലേക്ക് ചെല്ലുക. എന്നാൽ പിന്നെ ഈ കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് സാധിച്ചു കിട്ടും. ഇതിപ്പോ പറയാൻ കാരണമുണ്ട്. വീണ്ടും ഷവർമയിൽ നിന്ന് ഭക്ഷ്യ വിഷബാധ ഏറ്റുള്ള ദുരന്തമുണ്ടായിരിക്കുന്നു. 21 പേരോളം ഇപ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ആണ് എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഇത് തിരുവനന്തപുരത്ത് നടന്നിട്ടുള്ള സംഭവമാണ്. ഇതിപ്പോ ആദ്യമായിട്ടല്ല നമ്മൾ ഇത്തരത്തിലൊരു ദുരന്തമൊക്കെ കേൾക്കുന്നത്. ഭക്ഷ്യവിഷബാധ എന്ന് പറയുമ്പോൾ പലപ്പോഴും ഭക്ഷ്യ പരിശോധന വകുപ്പൊക്കെ വന്നിട്ട് ഭക്ഷ്യവകുപ്പൊക്കെ പരിശോധന നടത്തുമ്പോൾ എടുത്ത് പുറത്തിടുന്ന ഭക്ഷ്യവസ്തുക്കൾക്ക് മാസങ്ങളോളം പഴക്കമുണ്ടാകും, പുഴുവരിച്ചതായിരിക്കും, ഇതെല്ലാം ആയിരിക്കാം. ഈ ഷവർമ കടകൾ കാണാൻ ഭയങ്കര രസമാണ്. ഭയങ്കര ലൈറ്റിങ്ങും അതിന്റെ ഒരു അറ്റ്മോസ്ഫിയർ തന്നെ വേറെയാണ്. പിന്നെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ പുക വരുന്ന ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ പുകയുന്നതും കമ്പിയിൽ കിടന്ന് ഇങ്ങനെ തിരിയുന്നതും ഇതിനിടയിൽ ഒരു കമ്പി ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. അതിലിട്ട് കുറെ മാംസം ഇങ്ങനെ പറ്റി പിടിച്ചു വെച്ചിട്ടുണ്ടാവും. ഇതിങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കും. ഇതിനിടയിൽ നിന്ന് ഒരാൾ അതിൽ നിന്ന് ഇങ്ങനെ ചീന്തി ചീന്തി എടുക്കും. അതിനകത്തേക്ക് കുറച്ച് മയോണൈസും ബാക്കി കണസ കുണസ സാധനങ്ങളൊക്കെ ഒഴിക്കും. എന്നിട്ട് ഇതെല്ലാം കൂടി ഒരു സാധനത്തിലിട്ട് പെരട്ടി ഇങ്ങ തരും. കാര്യം തിന്നിട്ടൊക്കെ ഉണ്ട്, കുറ്റം പറയുന്നതല്ല. ഭയങ്കര രസകരമായിട്ടൊക്കെ നമുക്ക് തോന്നും. കാരണം മറ്റൊരു നാട്ടിലെ ഭക്ഷണമാണല്ലോ, വേറൊരു ടേസ്റ്റ് ആണ്. അപ്പോ സ്വാഭാവികമായി ഒരു അഡിക്ഷൻ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷെ എപ്പോഴും ചെന്ന് കയറി അങ്ങ് നമ്മുടെ ജീവൻ ബലി കൊടുക്കണം എന്നുള്ളത് കൂടി നമ്മൾ ചിന്തിക്കണം. ഇതിപ്പോ ആദ്യമായിട്ടല്ല എന്ന് പറഞ്ഞല്ലോ. തിരുവനന്തപുരത്തുള്ള കടക്കാവൂരിൽ കോംബോ ഓഫർ വെച്ച കടയിലാണ്, സിഗ്നേച്ചർ ഡിഷസ് എന്ന് പറയുന്ന കടയിലാണ് ഇത്തരത്തിൽ ഭക്ഷ്യ വിഷബാധ ഉണ്ടായിട്ടുള്ളത്. ഇതിനെ തുടർന്ന് ഈ കട ഭക്ഷ്യവകുപ്പ് ഭക്ഷ്യസുരക്ഷാ വിഭാഗം പൂട്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. 6 വയസ്സുകാരി അടക്കം 21 പേർക്കാണ് വിഷബാധ ഏറ്റിട്ടുള്ളത്. പലപ്പോഴും ഡോക്ടേഴ്സ് ആയാലും ഇത്തരത്തിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നവരായാലും പറയും, ഈ ഇതിൽ ഉപയോഗിക്കുന്ന മയോണൈസ് എന്ന് പറയുന്ന സംഭവമാണ് ഏറ്റവും വില്ലൻ ഇതില്. പിന്നെ ഇവർ ഉപയോഗിക്കുന്ന മാംസത്തിനൊക്കെ നമുക്ക് എന്താണ് ഉറപ്പ്? ഇത് എത്ര ദിവസം മുമ്പുള്ളതാണെന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? എല്ലാ ദിവസവും ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഭക്ഷണം തരാമെന്ന് ഇവരാരെങ്കിലും ഏറ്റിട്ടുണ്ടോ? നമുക്ക് ഇതിലൊന്നും യാതൊരു ഉറപ്പുമില്ല. നമ്മളൊരു കടയിൽ കയറി ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ വിശപ്പിന്, നമ്മുടെ ദാഹത്തിന് ഒക്കെ നമ്മൾ ഭക്ഷണവും വെള്ളവും വാങ്ങി കുടിക്കുകയാണ്. ഇതില് ഈ പറയുന്ന ഭക്ഷണത്തിൽ, വെള്ളത്തിലൊക്കെ പല ബാക്ടീരിയാസും ഉണ്ടാവും. അവർക്കതൊന്നും പ്രശ്നമല്ല, പണം വന്ന് പെട്ടിയിൽ വീണാൽ മതി. അപ്പൊ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം ഉണ്ടാകുന്ന ചില ഏർപ്പാടുകളുണ്ട്. ഭക്ഷ്യ സുരക്ഷാ വിഭാഗം ഇറങ്ങും, പല കടകളും പൂട്ടിക്കും. ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്താണെന്നറിയോ? ഈ പൂട്ടിച്ച പകുതിയിലധികം കടകളും പിന്നെയും തുറക്കും എന്നുള്ളതാണ്. യാതൊരു സുരക്ഷയുമില്ലാതെ, ഭക്ഷണത്തിലൊന്നും ഒരു ക്വാളിറ്റിയും ഇല്ലാതെ വിൽക്കുന്നതുണ്ടാവും. ചിലർ പറയുന്നത് കേൾക്കാം, നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പലരും അസൂയ കൊണ്ട് പറയുന്നത്. എന്തസൂയ? ഭക്ഷണത്തിൽ നമുക്ക് എന്തിനാണ് അസൂയ? നമ്മൾ പൈസ കൊടുത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ അത് ശുദ്ധമായിരിക്കണമെന്നും ആരോഗ്യത്തിന് ഹാനികരമായിരിക്കരുത് എന്നുള്ള ഒരു കൺസേൺ നമുക്കുണ്ടാകുമല്ലോ. ഇത് ഇവര് നമുക്ക് നൽകുന്നുണ്ടോ എന്നുള്ളതാണ്. ഏറ്റവും അധികം മാംസങ്ങൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, ഇതിന്റെ പഴക്കം അനുസരിച്ച് നമുക്കുണ്ടാവുന്ന ഫുഡ് ഇൻഫെക്ഷൻസും ഒക്കെ ഇത് കൂടും, ഇതിന്റെ ഒരു ആഘാതം കൂടും എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ ഈ തെക്കും ഭാഗം, കടക്കാവൂർ തെക്കും ഭാഗം SRV LP സ്കൂളിന് സമീപമാണ് ഈ സിഗ്നേച്ചർ ഡിഷസ് എന്ന് പറയുന്ന കടയുള്ളത്. ഇവിടെയാണ് ഈ കോംബോ ഓഫർ വെച്ചിട്ടുള്ളത്. അവിടെ നിന്ന് ഷവർമയും ഷവായയും വാങ്ങി കഴിച്ചവർക്കാണ് കൂടുതലായിട്ട് വിഷബാധ ഏറ്റത് എന്നാണ് പറയുന്നത്. ഭക്ഷണം കഴിച്ചു, അതിനുശേഷം വയറിളക്കം, ഛർദി, തലകറക്കം, ശ്വാസമുട്ട് തുടങ്ങിയവയൊക്കെ അനുഭവപ്പെടുകയാണ്. ചിലർക്ക് തൊലിപ്പുറത്ത് പൊങ്ങി വരുന്ന അലർജി ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇവരെ എന്തായാലും ചിറൻകീഴ് താലൂക്ക് ആശുപത്രിയിലും കടക്കാവൂരിലെ സ്വകാര്യ ആശുപത്രിയിലുമൊക്കെ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇതിന്റെയൊക്കെ ചികിത്സാ ചിലവ് ഈ ഹോട്ടലുകാർ കൊടുക്കും? ഇല്ല. നമ്മൾ കൊടുത്ത പണം അവന്റെ പെട്ടിയിൽ കിടക്കും. നമ്മൾക്ക് ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള ഭക്ഷ്യവിഷബാധയുടെയൊക്കെ ചെലവും നമ്മുടെ പോക്കറ്റിൽ നിന്ന് പോവുകയും ചെയ്യും. എന്തായാലും കടയിൽ നിന്നും ഭക്ഷണം പാർസലായിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോയവർക്കാണ് ഇത് ഉണ്ടായിട്ടുള്ളത് എന്ന് പറയുന്നു. ഭക്ഷണം പാർസലായിട്ട് കൊണ്ടുപോകുന്നുണ്ടോ അതല്ലാതെയാണോ എന്നുള്ളത് ഒന്നുമല്ല പ്രശ്നം.
ഭക്ഷ്യവിഷബാധ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കടക്കോർ നിവാസികളായ ഗിരീഷ്, ദീപ, ഹരിതകർമ്മസേന ശുഭ, സ്നേഹ, സംഗീത്, ആയാൻഡുവിള സ്വദേശികളായിട്ടുള്ളവര് അങ്ങനെയാണ്. ആദ്യം കപ്പയും ബീഫും മാത്രമായിരുന്നു അത്രേ ഈ ഒരു കടയിൽ വിറ്റിരുന്നത്. അടുത്തിടെയാണ് ഷവർമയും ഷവായയും തുടങ്ങുന്നത്. ഈ ഷവായൊക്കെ പലതരത്തിലാണ്. ഇങ്ങനെ ഗ്രേവിയിൽ കിടക്കുന്ന ഷവായുണ്ട്, അല്ലാതെ ഉള്ള ഷവായുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കടകളിലൊക്കെ അപ്പോൾ എല്ലാവരും പറയും സൂക്ഷിക്കണം, വളരെ സുരക്ഷിതമായ കടകളിലൊക്കെ കയറി കഴിക്കണം. അതായത് വലിയ വലിയ മുന്തിയ ഹോട്ടലിലൊക്കെ കയറി കഴിക്കണമെന്നാണ്. മുന്തിയ ഹോട്ടലും പൂട്ടിച്ചിട്ടുണ്ടോ? അപ്പൊ മുന്തിയ ഹോട്ടലിൽ നിന്നില്ല, തട്ടുകടയെന്നില്ല, ഒന്നുമില്ല. മലയാളിക്ക് സുരക്ഷിതമായ ഭക്ഷണം കിട്ടാനുള്ള കടകൾ എന്ന് പറയുന്നത് വളരെ തുച്ഛമായിട്ടുള്ള കടകളാണ്. എന്തായാലും ആളുകൾ എത്തിയത് ഈ കോംബോ ഓഫറാണ്. ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു പ്രമുഖ സ്ഥാപനത്തില് കോംബോ ഓഫർ കൊടുത്തു. ഈ കോംബോ ഓഫർ കൊടുത്തതിന് ശേഷം അവിടെ ഇത്തരത്തിൽ പരിശോധന നടത്തിയപ്പോൾ പഴകിയ ഇറച്ചി വിറ്റുപോകണമല്ലോ, അതുകൊണ്ടേ കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് നഷ്ടമല്ലേ. അത് കാരണം അവരെന്ത് ചെയ്തു, ഇതുപോലെ ഓഫറിൽ ഭയങ്കര ഗംഭീരമായിട്ടുള്ള ഓഫർ ആളുകളൊക്കെ അങ്ങ് തിങ്ങിക്കൂടി. ഇതിന്റെ കാരണം അന്വേഷിച്ച് ചെന്നപ്പോഴാണ് ഇത്രയും വലിയ ഘനഗംഭീരമായിട്ടുള്ള ഓഫർ കൊടുത്തതിന് പിന്നിലെ രഹസ്യം അറിയുന്നത്. പഴയ സാധനങ്ങൾ, പഴയ മാംസമൊക്കെ വിറ്റഴിക്കാൻ വേണ്ടിയായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം. വൻകിട കമ്പനിയായിരുന്നു, പ്രമുഖമായിട്ടുള്ള ബ്രാൻഡായിരുന്നു. ഇത്തരത്തിലാണ് സംഭവിച്ചത്. ഈ ഷവർമയുമായി ബന്ധപ്പെട്ടുള്ള ഭക്ഷ്യ വിഷബാധയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല, ദേവനന്ദയുടെ മരണം സംഭവിക്കുന്നുണ്ട്. 2022 ഏപ്രിൽ അവസാനം കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂരിൽ ഒരു ഭക്ഷണശാലയിൽ നിന്ന് ഷവർമ കഴിക്കുകയാണ് ദേവനന്ദ എന്ന് പറയുന്ന 16 വയസ്സുകാരി. ഇതോടുകൂടി ഗുരുതരമായിട്ടുള്ള ഭക്ഷ്യ വിഷബാധ ഏൽക്കുന്നു, കുട്ടി മരിക്കുന്നു. ഇതേ സ്ഥാപനത്തിൽ നിന്നും ഭക്ഷണം കഴിച്ച 30-ലധികം പേര് ആശുപത്രിയിലാവുകയും ചെയ്യുന്നുണ്ട്. തുടർന്ന് നടത്തിയിട്ടുള്ള പരിശോധനകളിൽ ഈ ഷവർമ സാമ്പിളുകൾ മുഴുവൻ ഷിഗല്ലയും സാൽമണല്ല എന്ന് പറയുന്ന ബാക്ടീരിയയുടെയൊക്കെ സാന്നിധ്യം കണ്ടെത്തുകയാണ്. മനുഷ്യ ശരീരത്തിന് ഏറ്റവും ദോഷകരമായിട്ടുള്ളതാണ്, മരണം വരെ സംഭവിക്കാവുന്നത്. അപ്പോൾ ഇതൊക്കെ എത്രത്തോളം പഴകി ചീഞ്ഞളിഞ്ഞ സാധനങ്ങളായിരിക്കും ഇത്തരത്തിൽ വേവിച്ച് തരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. എന്തായാലും ഭക്ഷ്യ സുരക്ഷാ നിയമപ്രകാരം സാമ്പിളുകൾ അൺസേഫ് ഫുഡായിട്ട് പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തു. കൂടാതെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ, ദേവനന്ദയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണകാരണം ഷിഗല്ല അണുബാധയാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു കേസ് വരുന്നത് പിന്നീട് പ്രമാദമായതാണ് കേട്ടോ. ഒന്ന് വരുന്നത് 2023 കാക്കനാട് രാഹുൽ ഡി നായരുടെ കേസാണ്. ഒക്ടോബറിൽ കൊച്ചിയിലെ കാക്കനാട് മേഖലയിൽ വെച്ചിട്ട് 22-കാരനായിട്ടുള്ള രാഹുൽ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യുകയാണ് ഷവർമ. ഇതിന് പിന്നാലെ വളരെയധികം അസ്വസ്ഥത ഉണ്ടാകുന്നു, പിന്നീട് ആരോഗ്യസ്ഥിതി വഷളാകുന്നു, മരിക്കുന്നു. ഇത് വളരെയധികം ആശങ്ക ഉയർത്തിയ ഒരു കാര്യമാണ്. ഈ കേസിന് പിന്നാലെയും ബന്ധപ്പെട്ട ഹോട്ടലിനെതിരെ പോലീസ് കേസെടുത്തു. ഭക്ഷ്യസുരക്ഷാ പരിശോധനകളും ഒക്കെ വ്യാപകമായിട്ട് നടന്നിട്ടുണ്ട്. പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ 2025 മറ്റൊരു സംഭവം ഉണ്ടാകുന്നുണ്ട്. കാസർഗോഡ് മദ്രസ വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റ സംഭവം. അവര് കാസർഗോഡ് ഈദ് ഇ മിലാദ് ആഘോഷത്തിനിടെ ഷവർമ കഴിക്കുകയാണ് ഈ കുട്ടികൾ. ഏകദേശം 15 വിദ്യാർത്ഥികൾക്ക് വയറുവേദനയും ഛർദിയും ഒക്കെ അനുഭവപ്പെടുകയാണ്. എല്ലാവരെയും ആശുപത്രികളൊക്കെ പ്രവേശിപ്പിച്ചു. ഭൂരിഭാഗം കുട്ടികളും സുഖം പ്രാപിച്ചു എന്നുള്ളതാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് വേവിക്കാത്ത ചിക്കൻ മണിക്കൂറുകളോളം പുറത്ത് വെച്ച് സൂക്ഷിക്കുന്ന കാര്യം, പിന്നെ ഇത് സുരക്ഷിതമായി തയ്യാറാക്കുന്ന മയോണൈസ്, പഴകിയ മാംസം വീണ്ടും വീണ്ടും ഉപയോഗിക്കുക, ശുചിത്വക്കുറവ്, ഈ തണുപ്പിക്കൽ സംവിധാനങ്ങളിലൊക്കെ വരുന്ന വീഴ്ച, സർക്കാരിന്റെ കെയർലെസ്നെസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഉണ്ട് എന്ന് പറയണം. കാരണം ഒരു സംഭവം ഉണ്ടാകുമ്പോൾ മാത്രമല്ല ഈ പരിശോധന നടത്തുന്നത്. പരിശോധന നടത്താൻ വരുന്ന ഉദ്യോഗസ്ഥരുടെ കയ്യിലേക്ക് എന്തെങ്കിലും ദമ്പടി എടുത്തു വെച്ച് കൊടുത്തിട്ട് നിങ്ങളെ അങ്ങ് ശരിയാക്കിക്കോളാം എന്ന് പറയുന്ന ഒരു നടപടി ഉണ്ടല്ലോ, അങ്ങനെയുള്ളവരും ഉണ്ട്, അങ്ങനത്തെ ഉദ്യോഗസ്ഥരും ഉണ്ട്. എല്ലാവരും എന്നല്ല പറയുന്നത്, അങ്ങനെയുള്ളവർ കൂടി ഉള്ളതുകൊണ്ട് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ വീണ്ടും വീണ്ടും പ്രവർത്തിക്കുകയാണ്. ഒരിക്കൽ അടച്ചുപൂട്ടിയ പിന്നെ അത് പ്രവർത്തിക്കാൻ അനുവദിപ്പിക്കരുത് എന്നുള്ളതാണ്. ഈ ദേവനന്ദയുടെ മരണത്തിന് ശേഷം കേരളത്തിൽ ഓപ്പറേഷൻ ഷവർമ ഉൾപ്പെടെ പ്രത്യേക പരിശോധനകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ആയിരക്കണക്കിന് ഹോട്ടലുകളിലൊക്കെ പരിശോധന നടത്തി നിരവധി സ്ഥാപനങ്ങളൊക്കെ പൂട്ടിച്ചു. പക്ഷെ പലപ്പോഴും പലരും പറയുന്നത് കേൾക്കാം, ഇത്തരത്തിൽ പൂട്ടിച്ചു എങ്കിൽ പോലും പല കടകളും തുറന്നു പ്രവർത്തിക്കുന്നുണ്ട്. ഇതിന്റെ ഒരു ബാക്കി പത്രമായിട്ടാണ്
ഇപ്പോ ഇവിടെ കടക്കാവൂരിൽ നടന്നിട്ടുള്ള ഇത്രയും പേർക്ക് ഭക്ഷ്യ വിഷബാധയേറ്റ സംഭവം പുറത്തു വരുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള വളരെ പുക ഉയർന്നു വരുന്ന ഭക്ഷണ പദാർത്ഥങ്ങളും വളരെ ചുരുട്ടിക്കൂട്ടി തരുന്ന പഴയ മാംസങ്ങളൊക്കെ കഴിക്കാൻ പോകുന്നവരുമൊക്കെ ഇതൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് പോവുകയാണെങ്കിൽ നല്ലത്.